ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ വോർട്ടെക്സ് എന്താണെന്നും എങ്ങനെയാണ് വോർട്ടെക്സിന്റെ വാതിൽ നമുക്കായി തുറക്കേണ്ടത് എന്നുമാണ് പരിചയപ്പെടുത്തുന്നത്. ലോകപ്രശസ്ത എഴുത്തുകാരായ എസ്തേർ ഹിക്സും ജെറി ഹിക്സും ലോകത്തിനെ പരിചയപ്പെടുത്തിയ കഥാപാത്രമാണ് എബ്രഹാം ഹിക്സ്. അവരുടെ ഒരു ബെസ്റ്റ് സെല്ലിംഗ് ബുക്കാണ് ദ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത്. അതിനകത്ത് എബ്രഹാം ഹിക്സിനെ അവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. എസ്തേർ ഹിക്സ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ജെറി ഹിക്സ് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ യൂണിവേഴ്സുമായി കണക്ഷൻ നൽകിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ആ യൂണിവേഴ്സുമായിട്ടുള്ള കണക്ടിവിറ്റിക്ക് അവർ നൽകിയ പേരാണ് അബ്രഹാം. അബ്രഹാം ഹിക്സിന്റെ ടീച്ചിങ്സ് ലോക പ്രശസ്തമാണ്. ഞാനും അദ്ദേഹത്തിന്റെ ഒരു ഫോളോവറാണ്. ഇനി വോർട്ടെക്സ് എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ലഭിക്കുന്നതിനായി നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ആ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ഇടുന്ന അപ്പോൾ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൂടാതെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് തോട്ട്സ് ഉള്ള, പോസിറ്റീവ് വൈബുള്ള ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ കൊടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ ഇഷ്ടമുള്ളവരെല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും മോട്ടിവേഷൻസും അവിടെ ലഭിക്കുന്നതാണ്. കുറച്ചു നേരമായി വോർട്ടെക്സ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ. എന്താണ് വോർട്ടെക്സ് എന്ന് നമുക്ക് നോക്കാം. എബ്രഹാം ഹിക്സ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു അവസ്ഥയാണ് വോർട്ടെക്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇമാജിൻ ചെയ്യണം, പുതിയൊരു ലോകമുണ്ടെന്ന് കരുതുക. അതായത് നമ്മളിപ്പോ ജീവിക്കുന്നതല്ലാത്ത, നമ്മുടെ ഈ ലോകമല്ലാത്ത വേറൊരു ലോകം. അവിടെ ഒരു സൂപ്പർ പവർ അല്ലെങ്കിൽ ഒരു ദൈവമുണ്ടെന്ന് ചിന്തിക്കുക. അവിടെ ഒരുപാട് ആളുകൾ, മില്യൺസ് ട്രില്യൺസ്, അതായത് കോടാനുകോടി ജനങ്ങൾ ഉണ്ടെന്ന് കരുതുക. അവരെന്താഗ്രഹിച്ചാലും നടന്നു കിട്ടുന്നു. അതായത് അത് നടക്കുമോ ഇല്ലയോ എന്ന് അവർ ചിന്തിക്കുന്നേ ഇല്ല. പക്ഷെ അവർക്ക് റെസിസ്റ്റൻസ് ഇല്ല എന്നാണ് അതിനർത്ഥം. അതായത് അവര് ഒന്നിനെ കുറിച്ചും വേവലാതിപ്പെടുന്നില്ല. അവർ ഒരു കാര്യം ആഗ്രഹിക്കുന്നു, അവർക്കത് നടന്നു കിട്ടുന്നു. അതായത് അത് എങ്ങനെ നടക്കും, എന്തുകൊണ്ട് നടക്കുന്നു, അത് നടക്കാൻ സാധ്യതയുണ്ടോ, ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. അതായത് അവർക്ക് ഒട്ടും തന്നെ റെസിസ്റ്റൻസ് ഇല്ല. അവർക്ക് വേണ്ടത് എന്താണോ അത് അവർ ആഗ്രഹിക്കുന്നു, അത് നടന്നു കിട്ടുന്നു. ശരിക്ക് പറഞ്ഞ ഇത് തന്നെയാണ് നമ്മുടെ ഈ ലോകത്തിന്റെയും സത്യാവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഒരു ഇമാജിൻ ചെയ്യാൻ പറഞ്ഞ് വേറൊരു ലോകമുണ്ട്, അവിടെ ഒരുപാട് കോടാനുകോടി ജനങ്ങൾ താമസിക്കുന്നു. അവരുടെ അവസ്ഥയാണ്, റെസിസ്റ്റൻസ് ഇല്ലാത്ത അവസ്ഥയാണ്, അവർ ആഗ്രഹിക്കുന്ന എല്ലാം നടന്നു കിട്ടുന്നു എന്ന് പറഞ്ഞു. അതാണ് വോർട്ടെക്സ് എന്ന് പറഞ്ഞു. പക്ഷെ ശരിക്ക് പറഞ്ഞ നമ്മുടെ ദൈവം നമ്മുടെ ഈ ലോകത്തില് നമ്മളെ സൃഷ്ടിച്ചപ്പോ ഇത് തന്നെയാണ് നമ്മുടെയും അവസ്ഥ. പക്ഷെ എന്താ കുഴപ്പം, നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമുക്ക് ഈ ലോകത്ത് യൂണിവേഴ്സൽ പവർ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ഒരു സൂപ്പർ പവർ ഉണ്ട്. അതായത് നമുക്ക് ചോദിക്കുന്നതെന്തും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ ഈശ്വര വിശ്വാസം ഉള്ളവരാണെങ്കിൽ അവരവർ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ അതൊന്നുമില്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ദൈവവിശ്വാസം ഇല്ല, പ്രപഞ്ച ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ അങ്ങനെ. അതൊന്നുമല്ല, ഒരു സൂപ്പർ പവർ ആണ് ഇവിടെ ഉള്ളത് എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ അങ്ങനെ. അതായത് നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് തരുന്ന ഒരു സൂപ്പർ പവർ അല്ലെങ്കിൽ ഒരു ദൈവം അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ പവർ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ എന്താഗ്രഹിച്ചാലും നടന്നു കിട്ടുന്നു. എന്ത് രസമായിരിക്കും അല്ലേ. പക്ഷെ അങ്ങനെ നടക്കുന്നില്ലല്ലോ. അതല്ലേ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്ന ഒരു കാര്യം. അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി തരാം. അതായത് നമുക്കൊരു ഒരേ ഒരു വ്യത്യാസമാണ് ഈ ലോകത്തിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അത് നേടിത്തരാനുള്ള അനുബന്ധ ഘടകങ്ങൾ ഒരു വൈബ്രേഷണൽ ബാങ്കിൽ വെക്കപ്പെടും. അതാണ് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം അല്ലേ. ഇപ്പൊ ഞാനൊരു ഇമോഷണൽ ഫ്രീക്വൻസിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇതിന് മുന്നേ ചെയ്തു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ അതിന്റെ ഐക്കൺ ഇതിന്റെ ഈ വീഡിയോയുടെ ഇതില് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ കാണാത്തവരാണെങ്കിൽ അത് പോയി കാണുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ആ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് മനസ്സിലാവും. അതായത് നമ്മൾ എന്താഗ്രഹിച്ചാലും നമുക്കത് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു വൈബ്രേഷണൽ ബാങ്കിലാണ് നമ്മൾക്ക് ആ സാധനങ്ങളെല്ലാം ഇരിക്കുന്നത്. ഈ വൈബ്രേഷണൽ ബാങ്കിലേക്ക് മറ്റാർക്കും പോകാനാകില്ല.
അതായത് ഇപ്പൊ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ വേറെ ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ വേറൊരാൾക്ക് എടുക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആ ചെക്ക് സൈൻ ചെയ്ത് നമ്മുടെ പേരിൽ സൈൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആളുടെ പേരിൽ സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ പൈസ മറ്റാർക്കെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? എന്ന് പറഞ്ഞ പോലെ ഈ വോട്ടെക്സ് നമുക്ക് എല്ലാം നടത്തി തരും, അല്ലെങ്കിൽ വോട്ടെക്സിൽ ഇരിപ്പുണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം. ഇതെങ്ങനെയാണ്? ഒരു വൈബ്രേഷണൽ ബാങ്കിലാണ് വെച്ചിരിക്കുന്നത്. അവിടെ നമുക്കല്ലാതെ വേറെ ആർക്കും പോകാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലൊരു ആഗ്രഹം വരുമ്പോ നിങ്ങൾക്ക് ആ വൈബ്രേഷണൽ ബാങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ആഗ്രഹം അവിടെ ഇരിപ്പുണ്ട്, ആ വൈബ്രേഷനോട് കൂടി ആ വൈബ്രേഷണൽ ബാങ്കിൽ ഇരിപ്പുണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അത് പക്ഷേ ഒരേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാത്രമേ അത് അവിടെ നിന്ന് കിട്ടുള്ളൂ, മറ്റാർക്കും ഇത് എടുക്കാൻ പറ്റില്ല. വേറെ ആർക്കും ഇത് മോഷ്ടിച്ചെടുക്കാനോ വേറൊരു രീതിയിൽ ഇത് എടുക്കാനോ സാധിക്കില്ല. ബാങ്കിലാണെങ്കിലും നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മൾ ചെക്ക് സൈൻ ചെയ്ത് കൊടുത്താൽ കിട്ടും. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മാത്രമായി ഈ വൈബ്രേഷൻ ബാങ്കിൽ പ്രവേശിച്ച് നമുക്ക് വേണ്ട നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോ ഈ ബാങ്ക് ആണ് വോട്ടെക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് നമ്മൾ എന്താഗ്രഹിച്ചാലും അത് നടന്നു കിട്ടുന്നു എന്നൊരവസ്ഥ ഉണ്ടെന്ന് കരുതുക. അപ്പൊ നമുക്ക് എന്താഗ്രഹിച്ചാലും ഈ ലോകത്തിൽ നമ്മൾ ആഗ്രഹിച്ചാൽ നടന്നു കിട്ടുന്നില്ല. അതിന്റെ കാരണമാണ് പറഞ്ഞത്, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളും ഒരു വൈബ്രേഷണൽ ബാങ്കിൽ, അതായത് എല്ലാം എനർജി ലെവലിൽ ഒന്നാണ്. അപ്പൊ എല്ലാത്തിനും ഒരു വൈബ്രേഷൻ ഉണ്ട്, അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വൈബ്രേഷണൽ ബാങ്കിന്റെ ഉള്ളിലാണ് നമ്മളുടെ എല്ലാ ആഗ്രഹിക്കുന്ന സാധനങ്ങളും സൂക്ഷിച്ചിരിക്കുന്നത്, ഈ പ്രപഞ്ചശക്തി. അപ്പൊ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്കിത് എടുത്തിട്ട് പോരാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് നമുക്ക് മാത്രമേ അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റൂ, നമുക്ക് മാത്രമേ അതിന്റെ ഉള്ളിൽ നിന്ന് അത് എടുത്തിട്ട് വരാൻ പറ്റൂ. മറ്റാർക്കും നമുക്ക് പകരം പോയിട്ട് എടുത്തിട്ട് വരാനോ വേറെ ആർക്കും അത് സാധിക്കില്ല, വേറൊരു രീതിയിൽ ഇത് എടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത് വേറെ ആർക്കും മോഷ്ടിച്ചെടുക്കാനോ വേറൊരു രീതിയിൽ എടുത്തുകൊണ്ട് വരാനോ സാധിക്കില്ല. ഈ വൈബ്രേഷണൽ ബാങ്കിനെയാണ് നമ്മൾ വോട്ടെക്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലെ? ആ വൈബ്രേഷണൽ ബാങ്കിൽ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മളുടെ വൈബ്രേഷൻ ആ ബാങ്കിന്റെ വൈബ്രേഷനുമായി മാച്ച് ആയാൽ മാത്രമേ നമുക്കതിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ വൈബ്രേഷൻ ആ വൈബ്രേഷനുമായിട്ട് മാച്ചായി നമുക്ക് അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ മാത്രമല്ലേ നമുക്ക് ആഗ്രഹിച്ച സാധനം നമുക്ക് അതിനുള്ളിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള കുഴപ്പം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ ലോകത്തുള്ളവർക്ക് ആർക്കും ഈ വോട്ടെക്സിലേക്ക് പോകാൻ താല്പര്യമില്ല, അവരാരും പോകാറുമില്ല. പകരം എന്താ ചെയ്യാന്നറിയോ? ഇങ്ങനെ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. അവര് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയും, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, അങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല, എന്താ പറയാ, എനിക്കും എന്നും ഇതേ വിധിച്ചിട്ടുള്ളൂ. എങ്ങനെ സ്വന്തം വിധിയെ പഴിച്ചും മറ്റുള്ളവരെ കുറിച്ചും എല്ലാവരോടും കുറ്റം പറഞ്ഞും പരാതി പറഞ്ഞും ഇങ്ങനെ നടക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്കിൽ ഒരിക്കലും വോട്ടെക്സിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നില്ല. കാരണം ഇത്തരം കാര്യങ്ങളെ വോട്ടെക്സ് അതിന്റെ ഉള്ളിലേക്ക് എടുക്കുകയേ ഇല്ല. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം വോട്ടെക്സിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു. തുടർന്ന് അവിടെയുള്ള കോപ്പറേറ്റീവ് കമ്പോണൻസുമായി സഹകരിച്ച് നമ്മുടെ ആഗ്രഹം നടന്നു കിട്ടുന്നു. ഉദാഹരണത്തിന് നമുക്ക് 1 ലക്ഷം രൂപ വേണമെന്ന് വിചാരിക്കുക. അതിന് നമുക്ക് വോട്ടെക്സിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റും. പക്ഷെ എന്ത് വേണം? നമുക്ക് കുറച്ച് കോപ്പറേറ്റീവ് കമ്പോണൻസ്, അല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ നേരെയാകാൻ നമുക്ക് നമ്മുടേതായ കുറച്ച് ഫ്രീക്വൻസി റെഡിയാക്കേണ്ടതുണ്ട്, ഇന്റേണൽ ഫ്രീക്വൻസി. അതായത് വോർട്ടെക്സിന്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയുമായി നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി മാച്ച് ആകേണ്ടതുണ്ട്. അപ്പോ 1 ലക്ഷം രൂപ വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മൾ പുറത്തു നിന്ന് പറയാണ്, എല്ലാവർക്കും എല്ലാം കിട്ടുന്നുണ്ട്, പക്ഷെ എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല. എന്താണാവോ എനിക്ക് മാത്രം കിട്ടാത്തെ? ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നത്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഞാൻ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ടും എനിക്ക് കിട്ടുന്നില്ല. എന്നാ അവനാണെങ്കിലോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അവന് പിന്നെയും 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 കിട്ടിക്കൊണ്ടിരിക്കുക എന്നിങ്ങനെ പരാതിപ്പെട്ട് തുറന്ന് ഫുൾ ടൈം പരാതി പറഞ്ഞുകൊണ്ടിരുന്നാല് വോട്ടെക്സിന്റെ വാതിൽ ഒരിക്കലും നമുക്കായിട്ട് തുറക്കില്ല. അപ്പൊ വോട്ടെക്സ് നമ്മളോട് പറയും, അതിന്റെ കോപ്പറേറ്റീവ് കമ്പോണൻസിന്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ നമ്മൾ വന്നാൽ നമ്മുടെ ആഗ്രഹം നടത്തി തരാമെന്ന്. അതിനായി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഇത്ര മാത്രം ചെയ്താൽ മതി. ഈ പരാതി പറച്ചിൽ അങ്ങോട്ട് പാടെ നിർത്തണം. എന്നിട്ട് നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുക. അതായത് എപ്പോഴാണോ
നീ എല്ലാത്തിലും സന്തോഷം കണ്ടെത്താൻ പഠിക്കുന്നത്, അതായത് 24/7 നീ ഹാപ്പി ആയിട്ടിരിക്കാൻ പഠിക്കുന്നത് എപ്പോഴാണോ, അപ്പോ നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് താനേ വരും. നിങ്ങൾ ആരോടും മത്സരിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആരോടും വിരോധവും മനസ്സിൽ സൂക്ഷിക്കരുത്. കാരണം എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. അൺകണ്ടീഷണൽ ലവ് നമുക്ക് കൊടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരോട് ക്ഷമിക്കുവാൻ നമുക്ക് പറ്റണം. അത് പഠിക്കണം. അതായത് ഫൊർഗീവ്നെസ് നമ്മൾ പഠിക്കണം. എന്നിട്ട് മുന്നോട്ട് കുതിക്കുക. അപ്പൊ നിങ്ങൾ ആരുടെ മുമ്പിലും ഒന്നും പ്രൂവ് ചെയ്ത് കാണിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആരാണെന്നോ നിങ്ങൾ എന്താണെന്നോ എന്നൊന്നും നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ വോർട്ടെക്സിൽ പോവുക, നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കുക. ഇതാണ് നിങ്ങളുടെ ഇച്ഛയെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിജയിച്ചിരിക്കും. ഇതായിരിക്കണം നിങ്ങളുടെ ജീവിത ലക്ഷ്യം. എന്നാലാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ, അല്ലെ? നിങ്ങൾക്ക് ആവശ്യമുള്ള $1 ബില്യൺ ആണെങ്കിലും $1 ട്രില്യൺ ആണെങ്കിലും കോടാനുകോടി രൂപ, അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ലവറിനെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അത്, നിങ്ങൾക്ക് വലിയൊരു വീടാണ് വേണ്ടതെങ്കിൽ അത്, ബംഗ്ലാവാണ് വേണ്ടതെങ്കിൽ അത്, ഒരു കാറാണ് വേണ്ടതെങ്കിൽ അത്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം വോർട്ടെക്സിനുള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. അത് വോർട്ടെക്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് വെച്ചിരിക്കുവാണ്. ഇനി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യമാണ് വേണ്ടതെങ്കിൽ അതും അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് വേണ്ട അബണ്ടൻസ്, അതായത് എന്താ പറയാ, പൂർണ്ണമായിട്ടുള്ള സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതമാണ് വേണ്ടതെങ്കിൽ അത് എല്ലാം അവിടെ ഇരിപ്പുണ്ട്. അബണ്ടൻസ് ആണെങ്കിലും പ്രോസ്പെറിറ്റി ആണെങ്കിലും എല്ലാം നമുക്ക് വേണ്ടിയിട്ട് അവിടെ നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് പോയി എടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഒരവസ്ഥ മാറ്റണം. നമ്മൾക്ക് മറ്റുള്ളവരോട് വിരോധം വെറുപ്പുണ്ടെങ്കിൽ അത് നമ്മൾ ക്ഷമിക്കുക. അൺകണ്ടീഷണൽ ലവ്, ഒരു ഉപാധികളും ഇല്ലാതെ മറ്റുള്ളവർക്ക് നമുക്ക് സ്നേഹം കൊടുക്കാൻ പറ്റണം. ഇങ്ങനെ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താതെ നമുക്ക് അവിടെ നിന്നൊന്നും എടുക്കാൻ സാധിക്കില്ല. അതായത് നമ്മുടെ പരാതി പറച്ചില് നിർത്താതെ വോർട്ടെക്സിന്റെ വാതിൽ നമുക്ക് തുറന്നു കിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ കരച്ചില് മതിയാക്കൂ. നിങ്ങൾ കരഞ്ഞ് നിങ്ങൾക്ക് മതിയായില്ലേ, നിങ്ങൾ കരച്ചില് മതിയാക്കുക. മറ്റുള്ളവരെ കുറിച്ചുള്ള നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുന്ന സ്വഭാവം നമ്മൾ മതിയാക്കുക. പിന്നെന്താ, റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പതിയുക തന്നെ ചെയ്യും. അത് തന്നെയല്ലേ നമ്മൾ ഇത്രയും ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിനാൽ വളരെ ആലോചിച്ച് മാത്രം വേണം നമ്മൾ സംസാരിക്കാൻ. നെഗറ്റീവായ കാര്യങ്ങൾ പറയരുത്, കേൾക്കരുത്, എഴുതരുത്. മറ്റുള്ളവരെ കുറിച്ച് മോശം ചിന്തിക്കുകയും അരുത്. ഈശ്വരന്റെ കണ്ണിലൂടെ വേണം നമ്മൾ എല്ലാ വ്യക്തികളെയും കാണാൻ. അതായത് ഇപ്പൊ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നല്ലേ. അപ്പൊ എല്ലാവരുടെ ഉള്ളിലും ഒരു ഈശ്വര കണമുണ്ട്. അപ്പൊ മറ്റുള്ളവരിൽ നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ ഈശ്വരന്റെ കണ്ണുകളിലൂടെ വേണം മറ്റുള്ളവരെ കാണാനായിട്ട്. അപ്പം ഈശ്വരന്റെ കണ്ണിലെ മറ്റുള്ളവരെല്ലാവരും നന്മയുള്ളവരാണ്, ആണോ? അല്ലേ? ഈശ്വരന്റെ കണ്ണിൽ എല്ലാ വ്യക്തികളും നന്മയുള്ളവരാണ്. മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഒരു നെഗറ്റീവ് ഫീലിംഗ് വരികയാണ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ മൈൻഡ് തന്നെ ആ നെഗറ്റീവിലേക്ക് പോവല്ലേ ചെയ്യാം. അത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ വ്യക്തികളെയും നമ്മൾ ഈശ്വരന്റെ കണ്ണിലൂടെ കാണുവാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരുടെ നന്മ കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഒരാളുടെ പോസിറ്റീവ്സ് മാത്രം കാണാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ തിന്മകൾ നമ്മളുടെ കൺമുമ്പിൽ പെടില്ല. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിക്കോ. ഇപ്പൊ മുതൽ നിങ്ങൾ ശ്രമിച്ചു നോക്കിക്കോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലും അയാളിലെ 10 പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ദിവസം കണ്ടുപിടിക്കുക. അടുത്ത ദിവസം 20 എണ്ണത്തിന് വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ ഇവര് ചെയ്യുന്ന തിന്മകൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റാണ്ടാവും. എപ്പോഴും പോസിറ്റീവ് ആയിട്ട് തന്നെ ചിന്തിക്കുക. അതിനർത്ഥം നിങ്ങൾക്ക് നെഗറ്റീവ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വരില്ല എന്നല്ല. നെഗറ്റീവ്സ് വന്നാലും അതിനകത്ത് നിന്ന് എന്ത് പോസിറ്റീവ്സിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും, എന്ത് ലെസൺ നമുക്ക് പഠിക്കാൻ പറ്റും എന്ന് നമ്മൾ കണ്ടെത്തുക. അല്ലാതെ എപ്പോഴും നെഗറ്റീവായി മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങളും രാഷ്ട്രീയ ചർച്ചകളും നമ്മുടെ ആരോഗ്യമില്ലായ്മയെ കുറിച്ചും ആഹാരത്തെ കുറിച്ചും എല്ലാം ഇങ്ങനെ എന്താ പറയാ പരാതി പറഞ്ഞ്, ശരീരത്തെ കുറിച്ചൊക്കെ ദൂഷണം പറഞ്ഞ്, എല്ലാ വിഷയങ്ങളെയും കുറിച്ച് നെഗറ്റീവായി ചിന്തിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാല് നമുക്ക് വോർട്ടെക്സിലേക്ക് കയറാൻ കഴിയില്ല. പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ വോർട്ടെക്സിന്റെ വാതിൽ നിങ്ങൾക്കായി തുറക്കപ്പെടുന്നു. അപ്പോ മാനിഫെസ്റ്റേഷൻ നടക്കുന്നു.
നിങ്ങളുടെ വൈബ്രേഷൻ മാച്ച് ആകുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് വർഷം മുമ്പുള്ള ആഗ്രഹം പോലും നടന്നു കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് വോർട്ടെക്സിന്റെ ഉള്ളില് ഒരു കാര്യവും തീർന്നു പോകുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുമ്പോ തൊട്ട് അത് അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മുടെ അടുത്തേക്ക് എത്താൻ വൈകുന്നത് നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി മാച്ച് അല്ലാതെ വരുന്നത് കൊണ്ടാണ്. അപ്പോ നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യത്തെക്കുറിച്ചും ഇനി മുതൽ പരാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കരുത്. എനിക്ക് കാലുവേദനയാണ്, എനിക്ക് കൈവേദനയാണ്, അല്ലെങ്കിൽ അവരെന്നോട് ഇങ്ങനെയാണ് പെരുമാറിയത്, അത് വളരെ മോശമായി പോയി, ഞാൻ ഇന്ന് മോശം ഭക്ഷണമാണ് കഴിച്ചത്, ആരും എന്നോട് നന്നായി സംസാരിക്കുന്നില്ല, എല്ലാവർക്കും എന്നോട് ഭയങ്കര ദേഷ്യാണ്, ആർക്കും എന്നെ ഇഷ്ടമല്ല, എന്നെ കാണാൻ ഒന്നിനും കൊള്ളില്ല, ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് നിർത്തുക. ഇങ്ങനെ നിങ്ങൾ സ്ഥിരം പരാതി പറഞ്ഞുകൊണ്ടിരുന്ന വോർട്ടെക്സിന്റെ വാതിൽ ഒരിക്കലും നിങ്ങൾക്കായി തുറന്നു കിട്ടില്ല. അപ്പൊ നിങ്ങൾ വോർട്ടെക്സിലായിരിക്കുമ്പോൾ നിങ്ങളുടെ സ്വഭാവം ഇപ്രകാരമായിരിക്കണം. എങ്ങനെയായിരിക്കണം? നിങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. ചെറിയ കുഞ്ഞുങ്ങൾ പോലും നിങ്ങളെ നോക്കി പുഞ്ചിരിക്കും. കഴിക്കുന്ന ആഹാരം വളരെ രുചികരമായി തോന്നും. വോർട്ടെക്സിനുള്ളിലെ ജീവിതം അതൊരു പ്രത്യേക ഫീല് തന്നെയാണ്. ആനന്ദകരമായ ജീവിതമാണ് വോർട്ടെക്സിന്റെ ഉള്ളില്. നമ്മളെ വോർട്ടെക്സിന്റെ ഉള്ളിലായിരിക്കുമ്പോൾ എല്ലാം വളരെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് നടന്നു കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. നമുക്ക് തോന്നുമോ ഇത്ര ഈസി ആയിരുന്നു ഇതെന്ന് നമുക്ക് തോന്നിപ്പോവും. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ജനിക്കും. നന്ദിപൂർവ്വം പ്രകൃതിയുമായി ഇണങ്ങി നടക്കണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതായി കാണാൻ സാധിക്കും. എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുമെന്നൊരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുകയും ചെയ്യും. വോർട്ടെക്സിനുള്ളിലാണെങ്കിൽ നിങ്ങൾ രാവും പകലും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. വോർട്ടെക്സിന് വെളിയിലേക്ക് ഉള്ളവരെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. വോർട്ടെക്സിന് വെളിയിലുള്ള എല്ലാ സമയത്തും മിക്ക ആളുകളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റും, അവര് ഫുൾ ടൈം പരാതിപ്പെട്ടികളായിരിക്കും. അവരുടെ ചിന്തകൾ വളരെ ചെറുതാണ്. കാരണം എന്താ? അവർ മറ്റുള്ളവരുമായി മത്സരിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ അവർ അതീവ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ മറ്റുള്ളവരുടെ തെറ്റുകളില് അവര് കളിയാക്കി ചിരിക്കുകയും അവരങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ നമ്മൾ പരിഹസിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്കൊക്കെ. പിന്നെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ കുറിച്ചും ദുരിതങ്ങളെ കുറിച്ചും ചർച്ച ചെയ്ത് അവർ അതില് ഒരു സന്തോഷം കണ്ടെത്തും. വോർട്ടെക്സിനുള്ളിലുള്ള വ്യക്തി മറ്റുള്ളവരെ ഈശ്വരന്റെ കണ്ണിലൂടെ നോക്കുവാൻ പഠിക്കും. അപ്പൊ വോർട്ടെക്സിന് പുറത്തുള്ളവരുടെ കാര്യങ്ങൾ എങ്ങനെയാന്ന് നമ്മൾ കണ്ടു. അപ്പൊ വോർട്ടെക്സിനുള്ളിലുള്ള ആളുടെ കാര്യവും നമ്മൾ കണ്ടു. അപ്പൊ വോർട്ടെക്സിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഒരാൾ എങ്ങനെയാ ചെയ്യാ? മറ്റുള്ളവരെ ഈശ്വരന്റെ കണ്ണിലൂടെയാ കാണുക. സാഹചര്യങ്ങൾ എത്ര മോശമായാലും അവർ അതിലെ നല്ല കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് കണ്ടെത്തുന്നു. എല്ലായ്പ്പോഴും സന്തോഷവാനായിരിക്കുന്നു, അല്ലെങ്കിൽ സന്തോഷവതിയായിരിക്കുന്നു. വോർട്ടെക്സ് എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള ഒരു ബാങ്കാണ്. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തുകൊണ്ട് വരാനുള്ള ഒരു ബാങ്കാണ് വോർട്ടെക്സ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുത്തുകൊണ്ട് വരാനുള്ള ഒരു കലവറ തന്നെയാണ് വോർട്ടെക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കോടാനുകോടി പണമാണ് വേണ്ടതെങ്കിലും അതും വോർട്ടെക്സിൽ ഇരിപ്പുണ്ട്. അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു വലിയൊരു ജോലിയാണ് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് പടുത്തുയർത്തണമെന്നാണ് ആഗ്രഹിക്കണമെങ്കിൽ, ഇതെല്ലാം വോർട്ടെക്സിൽ ഇരിപ്പുണ്ട്. അപ്പോ നിങ്ങൾക്ക് ആ വോർട്ടെക്സിൽ ചെന്ന് കയറി അത് എടുത്തിട്ട് വരേണ്ട താമസമേ ഉള്ളൂ നിങ്ങളുടെ അടുത്തേക്ക് അത് എത്തിക്കാനായിട്ട്. പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റണം. 24/7 ഹാപ്പി ആയിട്ടിരിക്കാനും ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ്, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് തിരിച്ചു പറയും? അബ്രഹാം, എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്. എന്റെ ആഗ്രഹങ്ങൾ നടക്കാനായിട്ട് ഞാൻ മുഴുവൻ സമയവും സന്തോഷവാനോ സന്തോഷവതിയോ ആയിരിക്കണമെന്നോ? അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയാണ് എല്ലായ്പ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. നിങ്ങൾ പറയും, എങ്ങനെയാ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുക? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എനിക്ക് ചുറ്റും, ഇല്ലേ? അതല്ലേ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോയത്? അങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റൂ എന്ന് തോന്നിയ ആളുകൾ അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെങ്കിൽ യെസ് എന്നെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണേന്നറിയോ? മനുഷ്യർക്ക് എപ്പോഴും ദുഃഖമാണ് ഇഷ്ടം. രോഗത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ അവർക്കൊരു പ്രത്യേക താല്പര്യ. അതുപോലെ മോശപ്പെട്ട നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ആളുകൾക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചു നോക്കിക്കോ. യൂട്യൂബിൽ നെഗറ്റീവ് ആയിട്ട് ഒരു തമ്പനയിൽ വന്ന് അങ്ങനത്തെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ അത് പോയി ക്ലിക്ക് ചെയ്യും. എന്തായിരിക്കും പറയാന്നറിയാൻ, ഇല്ലേ?
അത് സ്വാഭാവികമാണ്. സന്തോഷമായിരിക്കാനോ നല്ല കാര്യങ്ങൾ പറയാനോ ആളുകൾക്ക് വലിയ മടിയാ, അല്ലേ? പക്ഷെ അവർ അറിയുന്നില്ല സന്തോഷമായിരുന്നാൽ ആഗ്രഹിക്കുന്നത് എന്തും കിട്ടുമെന്ന്. അപ്പൊ ആഗ്രഹിക്കുന്നത് എന്തും കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം എത്ര മനോഹരമാകുമെന്ന് അവർ ചിന്തിക്കുന്ന പോലും ഇല്ല. സന്തോഷമായിരിക്കുക എന്ന ചെറിയൊരു കാര്യം ചെയ്യുവാൻ നിങ്ങൾ റെഡി ആയാൽ മതി. അല്ലാതെ വലിയ ആനക്കാരിയൊന്നും നിങ്ങൾ ചെയ്യേണ്ട വോർട്ടെക്സിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ വോർട്ടെക്സ് വലിയ എന്താ പറയാ, നമ്മളോട് തലകുത്തി നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊന്നും ആവശ്യപ്പെടുന്നില്ല. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, ജീവിതം ആഘോഷിക്കുക, ജീവിതത്തെ ഒരു ആഘോഷമാക്കി മാറ്റുക, സെലിബ്രേറ്റ് ചെയ്യുക, സന്തോഷിക്കുക, അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ സന്തോഷമായിട്ടിരുന്നാല് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരാമെന്ന് വോർട്ടെക്സ് പറയുന്നുണ്ട്. അപ്പൊ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിട്ട് ആരാ ഇഷ്ടപ്പെടാത്തെ, അല്ലേ? പക്ഷെ മനുഷ്യർ അത് ചെയ്യുന്നുണ്ടോ? ഇല്ല. പകരം എന്താ, നെഗറ്റീവ്ലി ഫോക്കസ്ഡ് ആയിട്ട് പോവുക ചെയ്യാം. അപ്പൊ എപ്പോഴും സന്തോഷമായിട്ടിരിക്കൂ, എല്ലാവരെയും സ്നേഹിക്കൂ, എല്ലാവരിലും നന്മ കണ്ടെത്തൂ. തീർച്ചയായിട്ടും വോർട്ടെക്സിന്റെ വാതിൽ നിങ്ങൾക്കായി തുറക്കപ്പെടും, ഉറപ്പായിട്ടും തുറക്കപ്പെടും. ഇങ്ങനെ നമ്മുടെ വൈബ്രേഷൻ വോർട്ടെക്സിന്റെ വൈബ്രേഷൻ ഫ്രീക്വൻസിക്ക് ഒപ്പം ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെല്ലാം നടന്നു കിട്ടും. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. താങ്ക് യു ഓൾ, ലവ് യു ഓൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.